US ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഷട്ട് ഡൗൺ ചെയ്തതെന്നും ഗോൾഡ് പ്രൈസ് എന്തുകൊണ്ടാണ് ഇത്ര ഹൈ ആയി പോകുന്നതെന്ന് പറയാം. എന്താണ് US ഗവൺമെൻറ്റിൻ്റെ ഷട്ട് ഡൗൺ എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഗവൺമെൻറ്റിന് ചിലവാക്കാനുള്ള പണം അത് ബഡ്ജറ്റ് വഴി പാസ്സാവണം. ഇതിന് ഡിലേ വരുന്ന സമയങ്ങളിലാണ് ഇതുപോലെയുള്ള ഷട്ട് ഡൗൺസ് ഉണ്ടാവാറ്. പ്രധാനമായിട്ടും പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇതിന് ഡിലേ വരാറ്. 1976 ശേഷം ഏകദേശം 20ഓളം തവണ ഇതുപോലെയുള്ള ഷട്ട് ഡൗൺസ് വന്നിട്ടുണ്ട്. ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട് ഡൗൺ എന്ന് പറയുന്നത് 2018 ട്രംപ് വന്ന സമയത്ത് തന്നെ 35 ദിവസത്തെ ഷട്ട് ഡൗൺ ആയിരുന്നു. അതിനെക്കൊണ്ട് തന്നെ ഗവൺമെന്റ് ഷട്ട് ഡൗൺ എന്ന് പറയുന്നത് ഒരിക്കലും അധികകാലം നീണ്ടു നിൽക്കുന്ന ഒരു സാധനമല്ല. അതൊരു ടെമ്പററി ആയിട്ടുള്ള ഷട്ട് ഡൗൺ മാത്രമാണ്. ഇതുമൂലം ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം അടിച്ചുപൂട്ടേണ്ടി വരും. അതുപോലെ തന്നെ അവിടുത്തെ വർക്കേഴ്സിന് പേ ചെക്സ് പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇത് കാരണം അവർ പണി നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ സമരത്തിലേക്ക് പോകേണ്ടി വരും. മറ്റു ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും ഇതുപോലെ പ്രവർത്തിക്കാനുള്ള ഫണ്ട് പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഭിന്നതകൾ ഉണ്ടാവാനുള്ള പ്രധാന റീസൺസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് പോലെ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് കൂടുതൽ ബഡ്ജറ്റ് വേണമെന്ന് നിലവിലുള്ള പാർട്ടികൾ പറയും. അത് വേണ്ട എന്ന് മറു പാർട്ടി പറയുന്ന സമയത്താണ് ഈ രീതിയിലുള്ള ഭിന്നതകൾ ഉണ്ടാവാറ്. അതുപോലെ തന്നെ പോളിസി ചേഞ്ചസും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാവാറുണ്ട്. ഇത് ഗോൾഡിന്റെ പ്രൈസിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡോളറിന്റെ വീക്ക്നെസ് ഗോൾഡിന്റെ പ്രൈസിനെ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫെഡറൽ റേറ്റ് റിസർവിൽ ഉണ്ടായ കട്ടുകളും ഇനിയും കട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ള എക്സ്പെക്ടേഷനുമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെയും ഗ്ലോബൽ മാർക്കറ്റിനെയും ബാധിക്കുന്നതിനെ കൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഈ പണമെല്ലാം സേഫ് ഹെവൻ ആയിട്ട് ഗോൾഡിനെയാണ് കാണുന്നത്. ഇതുപോലുള്ള ജിയോ പൊളിറ്റിക്കൽ ഇവൻസും മാക്രോ എക്കണോമിക് കണ്ടീഷൻസും സ്റ്റോക്ക് മാർക്കറ്റിനെ അൺസെർട്ടനിറ്റിയിലേക്ക് കൊണ്ടുപോവുകയും ഗോൾഡിന്റെ പ്രൈസ് അല്ലെങ്കിൽ കമോഡിറ്റീസിന്റെ പ്രൈസ് നല്ല രീതിയിൽ ഹൈക്കിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇത് ഒരിക്കലും ഈ ഒരു റാലി എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്തു പോകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു കണ്ടീഷൻസ് സോൾവ് ആവുന്ന സമയത്ത് ഫണ്ടുകളെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് മാറി ഗോൾഡിന്റെ പ്രൈസ് കുറയാനും സാധ്യതയുണ്ട്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തോളൂ. Thank you for watching.